നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴ ജില്ലയിലെ തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, തൃശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്ത് ഇന്ന് ആദ്യം പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ തഴക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. ഭവന പദ്ധതികളിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നൽകാൻ സാധിച്ച ഒരു പഞ്ചായത്താണ് തഴക്കര ഗ്രാമപഞ്ചായത്ത്. അതിൽ ജില്ലയിൽ തന്നെ 2ാം സ്ഥാനം സ്വന്തമാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ വയോജനങ്ങൾക്കായും സ്ത്രീ സുരക്ഷയ്ക്കായും വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ഷീബ സതീഷാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീമതി ഷീബ. നമസ്കാരം. തഴക്കരയിലെ അടിസ്ഥാന വികസനത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഇതിനോടകം തന്നെ നിർവഹിച്ചു വരുന്നത്. ഈ ഭരണകാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നമ്മള് 100% പദ്ധതി വിഹിതം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങള്, അതുപോലെ നികുതി പിരിവ് രംഗത്താണെങ്കിലും SC ഫണ്ട് ഉൾപ്പെടെയുള്ളതെല്ലാം 100%ത്തിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ മാത്രമാണ് നമുക്ക് ആ ഒരു 100% എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷമുണ്ട്. കാരണം അടുപ്പിച്ച് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ 100% എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. വലിയൊരു പഞ്ചായത്ത്, 21 വാർഡുകളുള്ള 2 വില്ലേജുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിന്റെ അതിന്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിൽ നമുക്ക് പാലിയേറ്റീവിന്റെ ഫണ്ടുകൾ നേടിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ് സെന്ററുകൾ, കായകൽപ്പ അവാർഡ്, കുന്നം സബ് സെന്ററിന് നമുക്ക് കായകൽപ്പ അവാർഡ് നമുക്ക് ഇത്തവണ ലഭിക്കുകയുണ്ടായി. നമ്മുടെ മുഴുവൻ സബ് സെന്ററുകളും അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പൊ ലാബ് സൗകര്യം ഉൾപ്പെടെ ഉള്ളത് വരുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ തന്നെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് നമ്മൾ ഡയാലിസിസ് കിറ്റ്, അതുപോലെ ക്യാൻസർ ബാധിതരായ ആളുകളെ സഹായിക്കുക, അവർക്ക് വേണ്ടുന്ന മരുന്നും മറ്റും വാങ്ങുന്നതിനായിട്ട് നമ്മൾ അവർക്കൊരു കൈത്താങ്ങെന്ന നിലയിൽ അത്തരം ഒരു പദ്ധതി കൂടി ഇത്തവണ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം നമ്മൾ നൽകുന്നുണ്ട്. അത് ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് 42 ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത്. നമ്മള് ഭരണത്തിൽ കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഏകദേശം 1000 രൂപ മാത്രമായിരുന്നു നമ്മുടെ ഒരു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ലഭ്യമായിരുന്നത്. അവിടെ നിന്ന് ഇന്ന് അത് 10,000-ന് മേലെ, 42 പേർക്ക് 10,000-ന് മേലെ വരുമാനം കിട്ടുന്ന ഒരു പഞ്ചായത്ത്. ആ 42 കുടുംബങ്ങൾക്ക് അവരുടെ ഒരു ജീവിതമാർഗമായിട്ട് അതിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട്സ്പോട്ടുകൾ ഒന്നും തന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലില്ല. എല്ലാം മാലിന്യമുക്തമാക്കിക്കൊണ്ടാണ് അത് എല്ലാവരുടെയും ഒരു സഹായമുണ്ട്. നമ്മുടെ ഭരണസമിതിയുടെ കൂട്ടായ ഒരു പരിശ്രമം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഒരു സ്വതന്ത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാവരുടെയും ഒരു പ്രതിനിധികളുണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞത്. തീർച്ചയായും അത് തന്നെ ഈ 4 വർഷത്തിൽ ഈ മാലിന്യമുക്ത നവകേരളം എന്നൊരു പദ്ധതിക്ക് ആശയത്തിന്റെ പിന്നാലെ തന്നെ ചുവടുറപ്പിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിന് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ. അതിന്റെ ഭാഗമായി അതിദരിദ്രമുക്ത പഞ്ചായത്ത് എന്ന നേട്ടവും പഞ്ചായത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അർഹതപ്പെട്ടവരിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നത്? അർഹതപ്പെട്ട നമുക്ക് 36 കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അതിദരിദ്ര ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതില് നമ്മൾ 9 പേര് വിവിധ കാരണങ്ങൾ, അവർക്ക് ഗൾഫിലും മറ്റു കാര്യങ്ങളും, അതുപോലെ അതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് അവസാനം ഒഴിവായി. പിന്നീട് 27 പേരാണ് ഉള്ളത്. അതിൽ 27 പേർക്ക് 6 പേർക്ക് നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു.
അതുപോലെ 13 പേർക്ക് വീട് മെയിൻ്റനൻസ്, 13 പേർക്ക് ടോയ്ലറ്റ്, അവർക്ക് ആവശ്യമുള്ള ഉപജീവന മാർഗങ്ങള് നമ്മള് പെട്ടിക്കട 2 പേർക്ക് കൊടുത്തു. അതുപോലെ ആട്ടിൻകൂട്, ആടിനെ ഉൾപ്പെടെയാണ് കൊടുത്തത്. കോഴി, കോഴിക്കൂട്, അങ്ങനെ അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകി. അതുപോലെ തന്നെ അവർക്ക് മുഴുവൻ ആളുകൾക്കും വീടും, പിന്നെ 3 പേര് നമ്മൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു. അവര് 3 പേരും മരണപ്പെട്ടിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും നമ്മൾ ഭക്ഷണം ആവശ്യമുള്ള 3 പേരുണ്ട്, അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നു. അതുപോലെ സ്കൂൾ തുറന്നപ്പോൾ അവരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് അടക്കം അവർക്ക് എല്ലാവർക്കും നമ്മൾ സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള മരുന്നുകൾ സൗജന്യമായി നൽകുന്നു. അങ്ങനെ നമ്മൾ അതിദരിദ്ര മുക്ത ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ 45 പേർക്ക് നമുക്ക് സൗജന്യമായിട്ട് വസ്തു വാങ്ങിക്കൊടുക്കാനും ആ 45 പേർക്കും വീട് നൽകുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ അഭിമാനകരമായ നേട്ടം ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 55 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് വിവിധ തദ്ദേശ വകുപ്പുകൾ ചേർന്നുകൊണ്ട് നമ്മള് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ 55 പേർക്ക് അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവർക്ക് അവരുടെ ഉപജീവന മാർഗം, അതുപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്പ് എല്ലാവർക്കും. അതിലും അത് SC വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി ഏകദേശം 35 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു വർഷം നമ്മള് നമ്മുടെ സ്കോളർഷിപ്പായിട്ട് SC കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മള് ഗ്രീൻ സ്റ്റേഷൻ സെന്റർ നമ്മുടെ പഞ്ചായത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രീൻ സ്റ്റേഷൻ സെന്റർ തുടങ്ങാൻ കഴിഞ്ഞു. അതുപോലെ ജൈവ വൈവിധ്യ രംഗത്ത് നമുക്ക് PBR തയ്യാറാക്കിയ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് മാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികൾ ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഊട്ടവളർത്തൽ പദ്ധതി, അതുപോലെ ഇപ്പോൾ നമുക്ക് 5 വർഷം ഈ 2025 മുതൽ 2030 വരെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട തരത്തിൽ നമുക്ക് പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് ജൈവ വൈവിധ്യ ബോർഡ് 1 ലക്ഷം രൂപ തരികയും ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ വലിയ നേട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു PBR നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു PBR നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പദ്ധതികൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ 2030 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നമുക്ക് അവാർഡ് തന്നെ കിട്ടാൻ അർഹതയുള്ള തരത്തിലുള്ള ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലകളും അംഗനവാടികൾക്ക് 6 അംഗനവാടികൾക്ക് നമുക്ക് സൗജന്യമായിട്ട് ഭൂമി നേടാൻ ഈ 2 വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം മനസ്സോടിത്തിരി മണ്ണ് എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 6 അംഗനവാടികൾക്കാണ് നമുക്ക് സൗജന്യമായിട്ട് വസ്തു കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നമുക്ക് ഇനിയും ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നമ്മൾ വസ്തു വാങ്ങുന്നതിനായിട്ട് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സബ് സെന്ററുകൾക്കും നമ്മുടെ ആരോഗ്യമേഖല എല്ലാ സബ് സെന്ററുകൾക്കും സ്വന്തമായിട്ട് കെട്ടിടം എന്നുള്ള ഒരു നിലയിലേക്ക് ഏറ്റവും മികച്ച നിലയിൽ ആരോഗ്യ മേഖല രംഗത്തും അതുപോലെ തന്നെ ആളുകളുടെ ദാരിദ്ര്യ ലഘൂകരണ രംഗത്തുമൊക്കെ മികച്ച പ്രവർത്തനം നടത്താൻ തന്നെ തരത്തിലുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വരും നാളുകളിലും അത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അതുപോലെ തന്നെ വീട് മെയിൻ്റനൻസ് നമ്മള് നികുതി പണം നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഭരണസമിതിയുടെ കാലയളവിലാണ് നമ്മൾ 100% നികുതി വർധന വിധിക്കുകയും അതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പൊ ഒരു വീട് മെയിൻ്റനൻസ് കൊടുത്തിരുന്നു ഇന്ന് 4 പേർക്കാണ് ഒരു വാർഡിൽ 21 വാർഡിലും കൂടി നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അവർക്ക് എല്ലാം കൂടുതൽ ആളുകൾക്ക് ഒരെണ്ണത്തിൽ കൊടുത്തെടുത്ത് 4 എണ്ണം വീതം നമ്മൾ വീടുകൾ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വലിയൊരു തുക നമുക്ക് അതുപോലെ പഠിക്കുന്ന കുട്ടികളെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നിലനിർത്തി പഞ്ചായത്ത് പ്രഭാത ഭക്ഷണം നമ്മുടെ LP സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത്. ഇത്തവണ നമ്മൾ പ്രധാനമായിട്ടും കൈക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കായികമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടുന്ന പാർക്കുകൾ സ്കൂളുകളിലെല്ലാം തന്നെ അവർക്ക് ആവശ്യമായ കായിക ഉപകരണങ്ങളൊക്കെ നൽകുന്നതിനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ MLA-യുടെ ഇത് പ്രമുഖമായിട്ട് തന്നെ നമുക്കൊരു നീന്തൽ കുളം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. MLA-യുടെ ഇതിൽ തന്നെ നമുക്ക് പഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഇറവങ്കരയില് അതിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നമ്മുടെ മാവേലിക്കര MLA ശ്രീ MS അരുൺകുമാർ അടക്കം വലിയ ഒരു സഹായമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ തീർച്ചയായും വിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യമുക്തം എന്നിങ്ങനെ സമഗ്രമായ വികസനത്തിനാണ് പഞ്ചായത്ത് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ അച്ഛൻ കോവിലാറിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ ഈ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും അതിനെയെല്ലാം തന്നെ മറികടക്കുവാൻ വേണ്ടി ചെറുകിട കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്? ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമ്മള് ഭൂജല വകുപ്പിന്റെ പദ്ധതികൾ 6 തന്നെ നമ്മളിപ്പോ ഈ ഭരണസമിതിയുടെ കാലയളവിൽ പൂർത്തീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഇതില് 2 കുടിവെള്ള പദ്ധതികൾ അത് വളരെ വിജയകരമായിട്ട് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഈ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വരൾച്ച ബാധിത ഒരു പ്രദേശമായിട്ട് നമുക്ക് മാറുന്നു. മുൻപെങ്ങും കാണാത്ത തരത്തിൽ നമ്മുടെ കിണറുകളൊക്കെ തന്നെ പണ്ട് നല്ല രീതിയിൽ ഇത് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അത് ജലദൗർലഭ്യം നേരിടുന്ന ഒരു വലിയ പ്രതിഭാസം നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അതിന് കൂടുതൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ വലിയ പദ്ധതിയായ സർക്കാരിന്റെ വലിയ പദ്ധതിയും നമ്മുടെ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് തന്നെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ 15 സെന്റ് സ്ഥലം നമുക്ക് ലീസിന് നമ്മുടെ കൃഷി വകുപ്പ് വിട്ടുതരികയും അവിടെ വലിയ ഒരു സംഭരണി നമുക്കിപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ നിലവിൽ നിൽക്കുന്നത് 3 ലക്ഷം കപ്പാസിറ്റി ഉള്ളതാണ്. അത് 11 ലക്ഷം കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് അവിടെ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചു വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതുകൂടി വരികയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ജലക്ഷാമം ഉള്ളത് പരിഹരിക്കുവാൻ അതുകൂടി വന്നെങ്കിൽ മാത്രമേ പറ്റൂ. നിലവിൽ നമ്മുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഇപ്പോഴും നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെയും ഭൂജല വകുപ്പിന്റെയും ഒക്കെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഇടയിൽ നിൽക്കുന്നത് ഈ പ്രളയത്തിന് ശേഷമുള്ള ഒരു ഇതാണ്. ഇപ്പൊ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളിപ്പം ഈ മണ്ണൊലിപ്പും ഒക്കെ തടയുന്നതിനായിട്ട് രാമച്ചം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ വിവിധ പദ്ധതികൾ നമ്മളിപ്പോ ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ആറിന്റെ തീരത്ത് നമുക്ക് മുളകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുപിടിപ്പിക്കുന്നതിനും അതൊക്കെ ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ ഈ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലെ ജൈവ വൈവിധ്യ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് ഈ ജൈവ വൈവിധ്യ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നമ്മുടെ കൊച്ചു കുട്ടികളിലേക്ക് അവബോധം സൃഷ്ടിക്കുക എന്ന നിലയിലാണ് നമ്മൾ അതിന് പഞ്ചായത്ത് കൂടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ പരിസ്ഥിതി ദിനത്തിൽ പറയുന്ന മാലിന്യ സംസ്കരണത്തിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെയും ഒക്കെ ഉള്ള ബദലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി അതിനകത്ത് അവരെ ഉൾപ്പെടുത്തി അവരെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കിക്കൊണ്ടാണ് നമ്മുടെ പോകുന്നത്. ഹരിതസഭ അടക്കം കുട്ടികളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് അത്തരം ഹരിതസഭകളൊക്കെ നടത്തുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ പദ്ധതി രൂപീകരണത്തില് തീർച്ചയായിട്ടും വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വരുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും എല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അതുപോലെ തന്നെ ഭരണസമിതിയുടെ ഒരു കൂട്ടായ പരിശ്രമം എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഒരു കൂട്ടായ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കാൻ പഞ്ചായത്തിനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും സമഗ്ര മേഖലയിലുള്ള വികസനങ്ങളാണ് പഞ്ചായത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്നത്. അത്തരത്തിൽ ഇനിയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബയാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ഇനിയും നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ഷീബ.